എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു കാർഡ് എടുക്കാം. എന്താണ് നിങ്ങളുടെ കറൻറ്റ് ഫീലിങ്സ്, എന്താണ് നിങ്ങളുടെ ലൈഫിൽ കറൻറ്റ് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്. റീഡിങ് നോക്കാം. ഒന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ കഠിനമായിട്ടുള്ള പരിശ്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. നിങ്ങൾ നല്ല രീതിയിൽ പ്രയത്നിക്കുന്നുണ്ട്, പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ പുതിയ അച്ചീവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ക്ഷമയോട് കൂടിയിട്ടും അച്ചടക്കത്തോട് കൂടിയിട്ടൊക്കെ നിങ്ങൾ നല്ലൊരു ലൈഫ് കെട്ടിപ്പതുക്കി മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിനുള്ള എല്ലാ തരത്തിലുള്ള ഒരു അച്ചീവ്മെൻറ്റും ഒരു സക്സസ്സൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പുതിയ പുതിയ ജോലികളൊക്കെ അപേക്ഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ പുതിയ നല്ല ജോലി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ പുതിയ അംഗീകാരങ്ങൾ, പ്രൊമോഷൻസ്, ഇതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ തന്നെ വന്നു ചേരാനുള്ള എല്ലാ ചാൻസസും ഈ ഒരു കാർഡിൽ നമുക്ക് കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നിലവിലുള്ള ജോലിയൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിൽ ജോലിഭാരം കൂടാനും അതിൽ പ്രൊമോഷൻസ് കിട്ടാനും അതിലൊരു അംഗീകാരം കിട്ടാനുള്ള ചാൻസസൊക്കെ വളരെയധികം കൂടുതലാണ്. പണത്തിൻ്റെയൊക്കെ വരവെന്ന് പറയുന്നത് ഏറ്റവും കൂടുതലുള്ളൊരു ടൈമായി മാറാനുള്ളൊരു ചാൻസസ് ഈ ഒരു കാർഡിൽ നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ലക്ഷ്യങ്ങളൊക്കെ മുന്നിലേക്ക് വെച്ച് പഠിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഈ ലക്ഷ്യങ്ങളൊക്കെ മുന്നിലേക്ക് വെച്ച് പ്രയത്നിക്കുന്നവരാണെങ്കിൽ അതെല്ലാം സക്സസ് ചെയ്യാനുള്ള നല്ലൊരു ഓപ്ഷനായിട്ടാണ് ഈ ഒരു കാർഡ് കാണുന്നത്. നിങ്ങളുടെ പരിശീലനങ്ങൾ, ഇൻ്റർവ്യൂസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കലാകായികരമായിട്ട് ഒളിമ്പിക്സ്, ഇതിലൊക്കെയാണെങ്കിൽ നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ്. കാരണം നിങ്ങളുടെ കഠിനാധ്വാനത്തിന് തീർച്ചയായിട്ടും ഒരു പ്രതിഫലം കിട്ടുന്ന, യൂണിവേഴ്സ് ഒരു പ്രതിഫലം തരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി പ്രണയത്തിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധം ശക്തമാകാനും നല്ല രീതിയിലുള്ള ഒരു സ്ഥിരത നിലനിർത്താനൊക്കെ ചെയ്യുന്ന നല്ലൊരു ടൈം പീരീഡിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ എന്ന് വെച്ചെങ്കിൽ പണത്തിൻ്റെ സ്രോതസ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാനും നല്ല രീതിയിലുള്ള ഒരു കഴിവിനെ മെച്ചപ്പെടുത്തുന്ന രീതിയിലും പുതിയ പുതിയ കാര്യങ്ങൾ, അറിവുകളൊക്കെ പഠിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിലൊരു സക്സസ് ലൈഫ് കിട്ടാനുള്ള ചാൻസസ് കാര്യങ്ങൾ ഈ ഒരു കാർഡിൽ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ കാർഡ് നോക്കാം. 5 ഓഫ് വൺസ് ആണെന്ന് കിട്ടിയിരിക്കുന്നത് രണ്ടാമത്തെ കാർഡ്. എന്ന് വെച്ചെങ്കിൽ മത്സരങ്ങൾ, ടെൻഷൻസ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ടൈമിൽ നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയൊക്കെ നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അതുപോലെ തന്നെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വലിയ തർക്കത്തിലേക്ക് മാറുക, വെല്ലുവിളികളെ നേരിടേണ്ട ഒരു സാഹചര്യം വരിക, ഒരു കഴിവുള്ളവ ആയിട്ടാണെങ്കിലും പോലും നിങ്ങൾക്കത് സക്സസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുക. ജീവിതത്തിൽ മത്സര പരീക്ഷകളൊക്കെ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് കാര്യങ്ങളൊക്കെ ഈ ഒരു കാർഡിൽ കാണുന്നുണ്ട്. കാരണം നല്ല രീതിയിലുള്ളൊരു ചാലഞ്ച് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനെ നല്ല രീതിയിൽ ഫേസ് ചെയ്ത്, നല്ല രീതിയിൽ പ്രാക്ടീസോടുകൂടി ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ചിലവുകളിലാണെങ്കിലും ഒരു ശ്രദ്ധ വേണം. സാമ്പത്തികമായിട്ട് നിങ്ങൾ കുറേ എമൗണ്ടൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അനാവശ്യമായിട്ടുള്ള കുറേ ചിന്തകളുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആവും, അത് ചെയ്ത് കഴിഞ്ഞാൽ ആ മത്സരം ജയിക്കും എന്നൊക്കെ കരുതി നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് പലരുടെയും തോട്ട് അനുസരിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾ മത്സരങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ട് കാശ് മുടക്കുന്ന കാര്യങ്ങളല്ല ചെയ്യേണ്ടത്. നിങ്ങളുടെ പ്രയത്നം, നിങ്ങളുടെ എഫേർട്ട്, ഇതാണ് നിങ്ങൾ എടുക്കേണ്ടത് കേട്ടോ. ഞാൻ എടുത്ത് പറയാനുള്ള കാരണം അങ്ങനെ ഒരുപാട് പേര് എമൗണ്ട് മുടക്കിയിട്ട് നിങ്ങൾ ഫെയിലിയറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പരിശ്രമമാണ് ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതുപോലെ തന്നെ ചെറിയ തെറ്റിദ്ധാരണകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ നിങ്ങളുടെ ഒരു ബന്ധത്തിലുണ്ടെന്നുണ്ടെങ്കിൽ തുറന്ന ആശയവിനിമയം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നൊരു സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വെല്ലുവിളികൾ കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് സക്സസ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്തിനെങ്കിലും വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജയിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ പണം കൊടുത്തിട്ടല്ല നിങ്ങൾ ജയിക്കാനുള്ള ഓപ്ഷൻസ് കണ്ടെത്തുക. നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്നാണ് ഈ ഒരു കാർഡിൽ പറയുന്നത്. അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ കാർഡ് നോക്കാം. മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് കിങ് ഓഫ് കപ്സ് ആണ് വരുന്നത്. ഇതിൽ നല്ല ആത്മാർത്ഥമായിട്ടുള്ള വികാരങ്ങളാണ് നിങ്ങൾക്കുള്ളത്. നല്ല ഒരു സ്വപ്നത്തെ നിങ്ങൾ പിന്തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത, സന്തോഷകരമായിട്ടുള്ളൊരു വിവാഹം, ഒരവസരങ്ങൾ, കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള നല്ലൊരു അവസരത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾക്കും കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്കും എല്ലാം അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നല്ല രീതിയിൽ നിങ്ങൾ പ്രയത്നിക്കുക. സാമ്പത്തികമായിട്ടല്ല നിങ്ങൾ പ്രയത്നിക്കേണ്ടത്, നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഫിസിക്കലി നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ സക്സസ് ചെയ്യാൻ പറ്റും. ആ ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്.
സന്തോഷകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഹൃദയം പറയുന്നത് കേട്ട്, നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേട്ടിട്ട് മുന്നിലേക്ക് പോവുക. മറ്റുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ടല്ല മുന്നിലേക്ക് പോകേണ്ടത്. നിങ്ങളോട് പലരും പലതും വന്ന് പറയും. അപ്പോൾ അതൊന്നും നിങ്ങൾ കേട്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു തോന്നലുണ്ട്, ഒരു വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു തോന്നലുണ്ട്, ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു തോന്നലുണ്ട്, ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. മറ്റുള്ള പലരും പലതും വന്ന് പറഞ്ഞു തരും, വ്യക്തികളെക്കുറിച്ചിട്ടായിക്കോട്ടെ, സാഹചര്യങ്ങളെക്കുറിച്ചിട്ടായിട്ടെ. അപ്പോൾ അതൊന്നുമല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അങ്ങനെ ഫോക്കസ് ചെയ്യരുത് എന്നാണ് ഈ 2 കാർഡുകളും പറഞ്ഞു തരുന്നത്. കാരണം നിങ്ങളുടെ സക്സസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇന്നർ മൈൻഡ് എന്താണോ പറയുന്നത് അത് അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൽ ഒക്കെ അപേക്ഷിച്ചിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നല്ല നല്ല ഇഷ്ടമുള്ള ജോലികൾ, അവസരങ്ങൾ, കാര്യങ്ങളൊക്കെ ലഭിക്കാനുള്ള നല്ല ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഈ ഒരു ടൈമിൽ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് നല്ല രീതിയിലുള്ള ഒരു തിളക്കം അവരുടെ ലൈഫിലേക്ക് വരാനുള്ള ചാൻസസ് കാര്യങ്ങൾ ഈ ഒരു കാർഡിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ് വരുന്നത്. എന്തെങ്കിലും മത്സരങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കുറിച്ച് നിങ്ങൾ അറിയാനും പഠിക്കാനും അതിൻ്റെ വെല്ലുവിളികളെ ഏറ്റെടുക്കാനും അതിനുശേഷം നല്ലൊരു വാർത്ത നിങ്ങളുടെ ലൈഫിലേക്ക് വരാനൊക്കെ നിങ്ങൾക്ക് ചാൻസസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളായിട്ട് കണക്റ്റ് ആവുകയെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളെല്ലാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലുമൊക്കെ ഇത് കണക്റ്റ് ആവുകയാണെങ്കിൽ ഷെയർ ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.